Alright. So a couple of days back ഞാൻ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിനിങ് ഹൗ ഐ മേക്ക് മണി ആസ് എ 23-year-old എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗിംഗ് ആണ്. ആൻഡ് ടു ബി ഓണസ്റ്റ് ബ്ലോഗിങ്ങിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ലയൺസ് ഷെയർ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും most of my income actually come from blogging. And at the peak time എനിക്ക് ഓൾമോസ്റ്റ് 3 lakh rupees per month വരെ ഈ ഒരു ബ്ലോഗിങ്ങിൽ നിന്ന് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും എക്സിലൊക്കെ എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ബ്ലോഗിങ്, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ സെയിം, എങ്ങനെയാണ് ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ബ്ലോഗിങ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് കുറേയധികം ക്വസ്റ്റൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഐ തോട്ട് മേ ബി ഐ കുഡ് ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് വീഡിയോ എക്സ്പ്ലെയിനിങ് ഓൾ അബൌട്ട് ബ്ലോഗിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് ബ്ലോഗിങ്ങിനെ പറ്റി പ്രിറ്റി മച്ച് എവറിത്തിങ് നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെയാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക, വാട്ട് ഈസ് ബ്ലോഗിങ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെ പറ്റി ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊരു സമയം വേസ്റ്റ് ആകട്ടെ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. ഓൾറൈറ്റ്, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വാട്ട് ഈസ് ബ്ലോഗിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ ബ്ലോഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഒരു ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റാണ്. കുറേയധികം ആർട്ടിക്കിൾസും കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനാണ് ബേസിക്കലി ബ്ലോഗ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് കുക്കിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ടെക്നോളജി നീഷിനെ പറ്റി നിങ്ങൾക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു ടെക്നോളജി ടോപ്പിക് എടുത്തിട്ട് നിങ്ങളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്നോളജിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ഈ നമ്മൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഫ്രീലി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിൽ ഈ ആർട്ടിക്കിൾസ് ഒന്ന് വായിക്കാൻ പറ്റും. മേ ബി നിങ്ങൾ നല്ല രീതിയിൽ SEO ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പേജ് ഗൂഗിളിലൊക്കെ നല്ല രീതിയിൽ റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഗൂഗിളിലൂടെയൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ ആൾക്കാർ വരും, നിങ്ങളുടെ ആ ഒരു ആർട്ടിക്കിൾ കൺസ്യൂം ചെയ്യും. അതാണ് ബേസിക്കലി ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ടോപ്പിക്കിനെ പറ്റി അവർ കുറച്ച് റിട്ടൺ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിനെയാണ് ബേസിക്കലി ബ്ലോഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഓഫ് എ ബ്ലോഗാണ്. അപ്പോൾ ഈ ഒരു ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് നിഷിലുള്ള ബ്ലോഗാണ്. അപ്പോൾ ഇതിൻ്റെ ഓതർ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ബ്ലോഗ് പോസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേയധികം റെസിപ്പീസും ടിപ്സ് ആൻഡ് ട്രിക്സും അതൊക്കെയാണ് ഈ ഒരു ആൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നോളജി നിഷിലുള്ള ഒരു ബ്ലോഗാണ്. ആൻഡ് ഈ ഒരു ബ്ലോഗിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓതർ കുറേ ടെക്നോളജി റിലേറ്റഡ് ആയ ടോപ്പിക്സിനെ പറ്റിയാണ് ബ്ലോഗ് പോസ്റ്റ് എഴുതുന്നത്. നമുക്ക് പ്ലേ സ്റ്റേഷൻ, TVs, അതേപോലെ തന്നെ ഗെയിമിംഗ് കോൺസോൾസ്, അങ്ങനെ അതിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ പ്രൈമറിലി സംസാരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ബേസിക്കലി ഒരു ബ്ലോഗിൻ്റെ എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഇനി ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നീഷ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക് കണ്ടുപിടിച്ച് അതിനകത്ത് നിങ്ങൾക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ബ്ലോഗിംഗ് മീൻസ്, അല്ലെങ്കിൽ ഇതാണ് ബേസിക്കലി ഒരു ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ബ്ലോഗ് ആൻഡ് ഹൗ ബ്ലോഗിംഗ് വർക്ക്സ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു നീഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നീഷിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിങ്ങൾ ആ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ആവാം നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റ്സിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ നീഷൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നീഷ് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ബ്ലോഗ് തുടങ്ങുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യലും എല്ലാം നോക്കിയിട്ടായിരിക്കും ഞാനൊരു ബ്ലോഗ് തുടങ്ങുക. അപ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് അസൈഡ് ഞാൻ ചിലപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ നിന്ന് എക്സ്പെക്റ്റഡ് റവന്യൂ എത്രയായിരിക്കും കിട്ടുക, നമ്മളുടെ ഇതിൻ്റെ മെജോറിറ്റി ഓഫ് യൂസേഴ്സ് എവിടെ നിന്നായിരിക്കും വരിക, നമുക്ക് RPM എത്രയായിരിക്കും, അങ്ങനെ കുറേ മെട്രിക്സ് നോക്കിയിട്ടാണ് വേണം നിങ്ങളും ഒരു ബ്ലോഗ് നിങ്ങൾ നീഷ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾ ടെക്നീഷ്യലാണ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളിപ്പോൾ facebook.com, google.com, അല്ലെങ്കിൽ ഇപ്പോൾ astrokjoseph.com, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒക്കെ അഡ്രസ്സ് പറയുന്ന പോലെയാണ് ഈ ഓരോരോ വെബ്സൈറ്റ് ഒരു അഡ്രസ്സ് ഉണ്ടാകും. ആൻഡ് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോഗും ഒരു സെർവറിലായിരിക്കും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് സെർവറിന് ഒരു IP അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ഈ IP അഡ്രസ്സ് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്ലോഗ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ astrokjoseph.com എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ എടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ബ്ലോഗ് ആക്സസ് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളൊരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൊമൈനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടെക് ബ്ലോഗ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ആസ്ട്രോസ് ടെക് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈനാണ്, അതായത് astrostechworld.com എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈനാണ് എനിക്ക് വേണ്ട എൻ്റെ ബ്ലോഗിന് വേണ്ടി. അപ്പോൾ എനിക്ക് നെയിംഷീപ്പ്, ഗോഡാഡി പോലത്തെ വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് ഈ astrostechworld.com എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് അവൈലബിൾ ആണെങ്കിൽ എനിക്ക് റൈറ്റ് അവേ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ .com ഡൊമൈൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വിൽ ബി ലൈക്ക് $10-12 ആയിരിക്കും ഒരു പെർ ഇയർ ബേസിസിൽ നിങ്ങൾക്ക് ചാർജ് ആവുന്നത്. അതേപോലെ നിങ്ങൾ .in അല്ലെങ്കിൽ .co.in അല്ലെങ്കിൽ വേറെ ഏത് .net അങ്ങനത്തെ ഒക്കെ ഡൊമൈൻ നോക്കുകയാണെങ്കിൽ അത് ഈവൻ ചീപ്പർ ആയിരിക്കും. എനിവേസ് ഒരു 1000 രൂപയ്ക്ക് അടുത്ത് എന്തായാലും ഒരു പെർ ഇയർ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ എന്തായാലും ചിലവാകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസും ഫയൽസും അതേപോലെ തന്നെ ഈ ടെക്സ്റ്റുവൽ കോണ്ടന്റും എല്ലാം സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിംഗ്, അതായത് ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഇൻറ്റേർണൽ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സെയിം കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സെർവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24/7 അത് ഓപ്പറേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്ലോഗ് നമുക്ക് അപ്പ് ആൻഡ് ലൈവായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെർവറിൽ ഒരു ചെറിയ സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാണ് നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് യു വാണ്ട്, നമുക്ക് കുറേയധികം ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയി പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, VPS ഹോസ്റ്റിംഗ് ഉണ്ട്, പിന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് എടുക്കുക. ഏറ്റവും ചീപ്പസ്റ്റും അതായിരിക്കും. ലൈക്ക് 150-200 റുപ്പീസ് പെർ മന്തിൽ നിങ്ങൾക്ക് ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് കിട്ടും. ആൻഡ് ബിഗ് റോക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്കത് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ബ്ലൂ ഹോസ്റ്റ്, അങ്ങനെ കുറേയധികം ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു VPS സെർവർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ VPSൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലി അത്ര നോളജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു VPS മാനേജ് ചെയ്യുക, ഒരു കോണ്ടന്റ് മാനേജ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെക്നിക്കലായ കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ട് cPanel വേർഡ്പ്രസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് റൈറ്റ് അവേ ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷെയർഡ് ഹോസ്റ്റിംഗ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഓൾറൈറ്റ്, അപ്പോൾ ഒരു ഡൊമൈനും ഒരു ഹോസ്റ്റിംഗ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൊമൈനും ഹോസ്റ്റിംഗ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സെർവറിൻ്റെ IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡൊമൈൻ രജിസ്ട്രാറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ എയർ അക്കോഡിൻ്റെ അകത്ത് ഈ സെർവർ IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും. വേണം നമുക്ക് HTTPS എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് SSL എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൊമൈനും ഹോസ്റ്റിംഗ് ലിങ്ക് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേർഡ്പ്രസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ cPanel ബേസ്ഡ് ആയിട്ടുള്ള ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ cPanel പോയിട്ട് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വേർഡ്പ്രസ്സിലൂടെ ആയിരിക്കും നിങ്ങൾ ഇമേജസ് അപ്ലോഡ് ചെയ്യുക, ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക, കമൻറ്റ്സ് റിപ്ലൈ കൊടുക്കുക, അതുപോലെ തീംസും പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം അതൊക്കെ ജസ്റ്റ് ഡിറ്റർമൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതാണ് ഒരു ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു തീമിനെ. അപ്പോൾ നമുക്ക് വേർഡ്പ്രസ് റിപ്പോസിറ്ററി തന്നെ ചെന്നിട്ട് കുറേയധികം ടെംപ്ലേറ്റ്സ്, അത് തീംസ് ഉണ്ടാകും, അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള തീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് ക്യാനിയോൺ അല്ലെങ്കിൽ തീം ഫോറസ്റ്റ് പോലത്തെ വെബ്സൈറ്റ് ചെന്നിട്ട് ഒരു പ്രീമിയം തീം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ബ്ലോഗിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഓരോരോ ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോരോ ഡിസൈൻ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബ്ലോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ബേസിക്കലി തീം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ്പ്രസ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യലാണ്. അപ്പോൾ പ്ലഗിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരു സ്പെസിഫിക് ആയ ഒരു ഫംഗ്ഷനാലിറ്റി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ മേ ബി നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷനാലിറ്റി നിങ്ങളുടെ ബ്ലോഗിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിലേക്ക് എത്ര ആൾക്കാർ വരുന്നുണ്ട്, എവിടെ നിന്നാണ് വരുന്നത്, ഏത് കൺട്രിയാണ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൺസ്റ്റർ ഇൻസൈറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഗിൾ അനലിറ്റിക്സ് പ്ലഗിനൊക്കെ നിങ്ങളുടെ ബ്ലോഗിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ബ്ലോഗിൽ ഇപ്പോൾ പരസ്യം കാണിക്കണമെന്നുണ്ട്, ആഡിൻ്റെ ആ ഒരു കോഡ് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസൈഡ് ദ കോൺടെന്റ് അല്ലെങ്കിൽ സൈഡ് ബാറിലൊക്കെ നിങ്ങൾക്ക് ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഇൻസേർട്ടർ പോലത്തെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിന് നല്ല രീതിയിൽ ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ WP റോക്കറ്റ്, ഫ്ലൈയിങ് പ്രസ് പോലത്തെ കാഷിംഗ് പ്ലഗിൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഫംഗ്ഷനാലിറ്റിയോ അല്ലെങ്കിൽ വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഡൊമൈൻ വാങ്ങുക, ഒരു ഹോസ്റ്റിംഗ് വാങ്ങുക, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് തീംസും പ്ലഗിൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള കൺഫിഗറേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ബ്ലോഗ് അപ്പ് ആൻഡ് ലൈവ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി നിങ്ങളുടെ ബ്ലോഗ് ബേസിക്കലി റെഡിയാണ്. ഈ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യലും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിലേക്ക് കുറേ ആൾക്കാർ വിസിറ്റേഴ്സ് വരണം. അതാണ് ബേസിക്കലി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ് റിസർച്ച് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങളൊരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടൊരു ബ്ലോഗ് തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യൽ ഒരു ബ്ലോഗ് തുടങ്ങി, ആൻഡ് നിങ്ങൾക്ക് വായി തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ചെന്ന് ബ്ലോഗ് പോസ്റ്റ് വെറുതെ എഴുതി നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വരണമെന്നൊന്നുമില്ല, നമ്മുടെ ബ്ലോഗിലേക്ക് വിസിറ്റേഴ്സ് വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീവേഡ് റിസർച്ച് ആണ്. ബേസിക്കലി കീവേഡ് റിസർച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ എനിക്കിപ്പോൾ ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഹൗ ടു എഡിറ്റ് ഫോട്ടോ ഇൻ ലൈറ്റ് റൂം, അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, ഹൗ ടു അപ്ലൈ പ്രീസെറ്റ് പാക്ക് ഇൻ ലൈറ്റ് റൂം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്ന എക്സാക്ട് കീവേഡ്സിനെയാണ് നമ്മൾ ബേസിക്കലി കീവേഡ്സ് എന്ന് പറയുക ആ ടോപ്പിക്കിന്. അപ്പോൾ നമ്മൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ അതിനുവേണ്ടി കുറേയധികം SEO ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ SEMrush ഉണ്ട്, Ahrefs ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ കീവേഡ്സ് പ്ലാനർ ഉണ്ട്. അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കീവേഡ്സ് ബേസിക്കലി കണ്ടുപിടിക്കണം. അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള തരത്തിലുള്ള കീവേഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ കീവേഡ് ഡിഫിക്കൽട്ടി ഉണ്ടാകും, അതിൻ്റെ കീവേഡ് ഇൻറ്റൻറ്റ് ഉണ്ടാകും, കീവേഡ് വോളിയം, അതായത് എത്ര പേര് ഈ ഒരു പെർട്ടിക്കുലർ കീവേഡിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ ഡേറ്റ നമുക്ക് ഈ SEO ടൂൾസിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ് റിസർച്ച് ആണ്. ആൻഡ് നമ്മൾ നമ്മുടെ ബ്ലോഗിന് വേണ്ടിയുള്ള ഒരു 100 or 150 കീവേഡ്സ് ഫസ്റ്റ് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് വെക്കുക. ആൻഡ് വൺസ് കീവേഡ് റിസർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഓരോ കീവേഡിനും വേണ്ടിയുള്ള കോണ്ടന്റ് നമ്മൾ നമ്മുടെ ബ്ലോഗിൽ എഴുതി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ആ ഒരു കീവേഡ് എടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നൊരു ടോപ്പ് 10 വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും എന്തൊക്കെയാണ് കോണ്ടന്റ്, ഏതൊക്കെ തരത്തിലുള്ള കോണ്ടന്റ് ആണ് ഓൾറെഡി ഗൂഗിളിൽ റാങ്ക് ചെയ്യുന്നത്, എന്തൊക്കെ ടോപ്പിക്കിനെ പറ്റിയാണ് ഇൻഡെപ്ത് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത്, ഇനി എന്താണ് ഈ ഓരോരോ വെബ്സൈറ്റിൽ ഇല്ലാത്ത കാര്യം പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളൊരു കില്ലർ വേർഷൻ, ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ദ ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ ടോപ്പ് 10 വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നുണ്ടല്ലോ ഗൂഗിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കീവേഡ്, അതിനെക്കാട്ടും ഈവൻ ബെറ്റർ ആയിട്ട് ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ട് നിങ്ങളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കീവേഡ്സ് ലിസ്റ്റ്, അതായത് കീവേഡ് റിസർച്ചിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെയും പറ്റി ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ട് നമ്മുടെ ബ്ലോഗിൽ ബേസിക്കലി പബ്ലിഷ് ചെയ്യണം. ഓൾറൈറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേ ത്രൂ നിങ്ങൾ ആയി എന്ന് പറയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SEO ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ കോൺഫിഗറേഷൻ കാര്യങ്ങൾ ചെയ്തു, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്തു, തീംസ് ഇൻസ്റ്റാൾ ചെയ്തു, നിങ്ങളുടെ കാണാനൊക്കെ ഭയങ്കര രസമാണ്, എല്ലാം സെറ്റാണ്. പക്ഷേ ആരും നിങ്ങളുടെ ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ട് ആരും നിങ്ങളുടെ കോണ്ടന്റ് ഒന്നും വായിക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി പൈസ ഉണ്ടാക്കാനും പറ്റത്തില്ല, നിങ്ങൾ ചെയ്ത എഫേർട്സ് ഒക്കെ വെറുതെ ആയിപ്പോകും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് SEO. അപ്പോൾ SEO സ്റ്റാൻഡ്സ് ഫോർ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മളുടെ കോണ്ടന്റും വെബ്സൈറ്റൊക്കെ സെർച്ച് എഞ്ചിൻസിൽ ടോപ്പ് റാങ്കിങ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി നമ്മളുടെ കോണ്ടന്റ് നമ്മളുടെ വെബ്സൈറ്റിനും ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ഇതിനെയാണ്, ഹോൾ പ്രോസസ്സിനെയാണ് SEO എന്ന് പറയുന്നത്. അപ്പോൾ ഈ SEOയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡെപ്ത് ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോയുടെ സ്കോപ്പിലേക്കുള്ള ഒരു ടോപ്പിക്കല്ല. ബേസിക്കലി കീവേഡ് റിസർച്ച്, ടൈറ്റിൽ, മെറ്റ ഡിസ്ക്രിപ്ഷൻ, കോണ്ടന്റ്, പിന്നെ ബാക്ക് ലിങ്ക്സ്, ഇന്റേണൽ ലിങ്കിങ്, സ്കീമ മാർക്കപ്സ്, പിന്നെ OG ടാഗ്സ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വിത്തിൻ ദിസ് SEO ഭാഗം വരുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ ബ്ലോഗ് SEO ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ഹോൾ പ്രോസസ്സിനാണ് SEO എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ഒരു SEOനെ പറ്റി ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ലോക്കൽ SEO. ഇതിൽ നമ്മുടെ ബ്ലോഗിനെ കൺസേൺ ആയിട്ടുള്ള രണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ SEO ആണ്. അപ്പോൾ ഓൺ പേജ് SEO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോണ്ടന്റ് റൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ കൺട്രോൾ ഉള്ളതും നമ്മുടെ ബ്ലോഗിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ പേജ് SEO കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നത്, ഒരു ഹൈ ക്വാളിറ്റി ആർട്ടിക്കിൾ എഴുതുന്നത്, നമ്മുടെ ബ്ലോഗിൽ തന്നെയുള്ള വേറെ ഓരോ കോണ്ടന്റിനൊക്കെ നമ്മുടെ ബ്ലോഗിൽ നിന്ന് വേറെ ലിങ്ക് കൊടുക്കുന്നത്, അതിന് ബേസിക്കലി ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയും. അത് പിന്നെ സ്കീമ മാർക്കപ്സ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ ബേസിക്കലി ഒരു ഓൺ പേജ് SEO കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സെക്കൻഡുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് പേജ് SEO ആണ്. ആൻഡ് ഓഫ് പേജ് SEO ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് അല്ലെങ്കിൽ ബാക്ക് ലിങ്ക്സ് ആണ്. ഇപ്പോൾ ബാക്ക് ലിങ്ക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിലുള്ള വേറെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനാണ് ബേസിക്കലി ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റാങ്കിങ് സൈഡ് ഓഫ് തിങ്സിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ബാക്ക് ലിങ്ക്, അത് ഹൈ ക്വാളിറ്റി ഹൈ അതോറിറ്റി വെബ്സൈറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക് ലിങ്ക് കിട്ടാൻ പറ്റുമോ അത്രയും ബെസ്റ്റ് ആയിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ ആ ഒരു എൻ്റെ ഡെഡിക്കേറ്റഡ് ഉള്ള SEOനെ പറ്റിയുള്ള വീഡിയോ കണ്ടാൽ മതി. ഇതിനെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി SEO. അപ്പോൾ ഈ SEO ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്ലോഗിൽ എഴുതിയിട്ടുള്ള ഓരോരോ ആർട്ടിക്കിളും സ്ലോലി എന്ത് ചെയ്യും, ക്ലൈംബ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഗൂഗിൾ റാങ്കിങ്സിൽ. ഒരു 4 to 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ റാങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫസ്റ്റ് പേജിൽ എത്തിയിട്ട് എസെൻഷ്യലി ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 ആയിരിക്കണം നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ അവിടെ എത്തിക്കാൻ വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ അതാണ് SEO. അപ്പോൾ SEOയിൽ വരുമ്പോൾ കുറേ ആൾക്കാർ ലെറ്റ്സ് എനിക്കിപ്പോൾ ഒരു ടെക് ബ്ലോഗ് ആണുള്ളത്, ഞാനിപ്പോൾ ലെറ്റ്സ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, ഞാൻ ലെറ്റ്സ് ഒരു iPhone 16 Pro റിവ്യൂവിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വരുന്നു, ഗൂഗിളിൽ വരുന്നു, iPhone 16 Pro റിവ്യൂ എന്നാണ് സെർച്ച് ചെയ്യുന്നു, അവരെൻ്റെ ബ്ലോഗ് കണ്ടുപിടിക്കുന്നു, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അവർ ആർട്ടിക്കിൾസ് കാണുന്നു, അതിനിടയ്ക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ അധികം ആൾക്കാർ, അപ്പോൾ ഈ ഒരു കീവേഡ് വേണ്ടി കുറേ അധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് എൻ്റെ ബ്ലോഗ് കണ്ടുപിടിക്കാൻ പറ്റും, എൻ്റെ കോണ്ടന്റ് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി SEO വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEM എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ SEO കൂടാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂവും കുറേ അധികം ട്രാഫിക് കിട്ടാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റും ഫേസ്ബുക്കും ആണ്. അപ്പോൾ പിൻട്രസ്റ്റും ഫേസ്ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലോഗിൻ്റെ അകത്തേക്ക് കുറേ ട്രാഫിക് കൊണ്ടുവരാൻ
ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോ ആൾക്കാരെ നമ്മുടെ ബ്ലോഗിലേക്ക് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഹൈ ലെവൽ ഓവർവ്യൂ പോലെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ SEO നമ്മൾ പിൻട്രസ്റ്റ് ആൻഡ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബ്ലോഗിലേക്ക് കുറേയധികം വിസിറ്റേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ സോഫാർ നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കോണ്ടന്റ് പബ്ലിഷ് ചെയ്തു, SEO ചെയ്തു, ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ലെറ്റ്സ് അസ്യൂം നമ്മുടെ ബ്ലോഗിലേക്ക് കുറച്ചധികം വിസിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു പറയാൻ ലെറ്റ്സ് സേ ഒരു 50,000 ആൾക്കാരൊക്കെ നമ്മളൊരു മന്ത്ലി ബേസിസിൽ നമ്മുടെ ബ്ലോഗ് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഈവൻ ബിഫോർ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, ബട്ട് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മോണിറ്റൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലോഗിൽ നിന്ന് എങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്പോൺസേർഡ് കോണ്ടന്റ് നമ്മുടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ബ്ലോഗിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം. ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ്. ആൻഡ് ഈ ബ്ലോഗ് പോസ്റ്റിന്റെ കോണ്ടന്റ് സൈഡിൽ കൂടിയും ഇൻസൈഡ് ദ കോണ്ടന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം ബാനർ അഡ്വർടൈസ്മെന്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ നമുക്കുള്ള അഡ്വർടൈസ്മെന്റിൽ പരസ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേ ആഡ്സ്. അപ്പോൾ ആൾക്കാർ, ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലോഗിൽ ഇങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ കുറേയധികം ആഡ്സും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഈ ഓരോരോ ആഡ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടും. ദാറ്റ്സ് ബേസിക്കലി ഹൗ ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് വർക്ക്സ്. അപ്പോൾ നിങ്ങൾ ലെറ്റ്സ് നിങ്ങളുടെ ബ്ലോഗിൽ ഒരു 50,000 വിസിറ്റേഴ്സ് ഒക്കെ എത്തി ആ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് നെറ്റ്വർക്ക്സ്, അതായത് റാപ്റ്റൂവ്, മീഡിയ വൈൻ, അങ്ങനത്തെ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് നിങ്ങളുടെ മെജോറിറ്റി ഓഫ് ആൾക്കാർ, നിങ്ങളുടെ ബ്ലോഗിലേക്കുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർ വന്നത് US, UK പോലത്തെ Tier 1 കൺട്രീസിൽ നിന്നും പിന്നെ കുറച്ചധികം Tier 2, Tier 3 സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് എന്നുള്ള വിസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 50,000 വിസിറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആക്സെപ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ 50,000 ആൾക്കാരുണ്ട്. നിങ്ങളുടെ RPM എന്ന് വെച്ചാൽ $25 ആണെന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾക്ക് 50,000 ആൾക്കാർ വരുന്നത് $25 കിട്ടുന്നുണ്ട്. $25 RPM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ആൾക്കാർ നിങ്ങളുടെ ബ്ലോഗിലേക്ക് വരുമ്പോൾ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു RPM ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് റവന്യൂ പെർ മൈൽ. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളുടെ RPM 25 ആണെങ്കിൽ ഒബ്വിയസ്ലി 50 × 25 നോക്കിയിട്ടുണ്ടെങ്കിൽ $1,250 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് സംവെയർ അറൗണ്ട് 1,10,000 രൂപ 50,000 ആൾക്കാർ നിങ്ങളുടെ ബ്ലോഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റിലൂടെ മാത്രം. അതാണ് ബേസിക്കലി ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്. ബേസിക്കലി നമ്മൾ പരസ്യം നമ്മുടെ ബ്ലോഗിൽ ഇടുന്നു, ആൾക്കാർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ക്യാഷ് കിട്ടുന്നു. ജസ്റ്റ് ലൈക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഫ്രണ്ടിലൊക്കെ പരസ്യം വരില്ലേ, സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സിലേക്ക് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ബ്ലോഗ് എന്ന് വെച്ചാൽ ടെക്നീഷ്യലാണ്. അപ്പോൾ ലെറ്റ്സ് സേ എനിക്കൊരു പ്ലേ സ്റ്റേഷൻ പ്രോഡക്റ്റിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പ്ലേ സ്റ്റേഷൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എനിക്ക് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ യൂണിക് ട്രാക്കിംഗ് ലിങ്ക് എടുക്കും. റൈറ്റ്, ഈ ഒരു പ്ലേ സ്റ്റേഷൻ പ്രോഡക്റ്റിനെ പറ്റിയുള്ള യൂണിക് ട്രാക്കിംഗ് ലിങ്ക് എടുത്തിട്ട് എൻ്റെ ബ്ലോഗിലെ കോണ്ടന്റിൽ ചെന്നിട്ട് ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്ലേ സ്റ്റേഷൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് എനിക്ക് കമ്മീഷൻ തരും. അപ്പോൾ അതാണ് ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറയുക, റെഫർ ആൻഡ് ഏൺ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിൽ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു XYZ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അവർക്കൊരു ABC എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആൻഡ് അവർ പറയുകയാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $1,000 ആണ്. ആൻഡ് ഞങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് സെയിൽസ് വരികയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് $200 അല്ലെങ്കിൽ 20% നിങ്ങൾക്ക് കമ്മീഷനായി തരുമെന്ന് പറയുകയാണ്. അപ്പോൾ കുറേയധികം ബ്ലോഗേഴ്സൊക്കെ വരുന്നു, ഈ ഒരു പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നു, ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ 20% ഈ കമ്പനി അവർക്ക് പേ ചെയ്യുന്നു. സോ ദിസ് ഇസ് ബേസിക്കലി ഹൗ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക്സ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെയും നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് ബ്ലോഗിൽ കൂടെ. ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ പറ്റി ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഈ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസേർഡ് കോണ്ടന്റ് ആണ്. അപ്പോൾ ഫ്രം ടൈം ടു ടൈം നിങ്ങളുടെ ബ്ലോഗ് അത്യാവശ്യം പോപ്പുലറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ സ്പേസിലുള്ള കുറേയധികം ബ്രാൻഡ്സും കമ്പനീസും നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അവരെ പറ്റി ബ്ലോഗ് പോസ്റ്റ് എഴുതുന്നൊക്കെ ചോദിക്കും, അല്ല അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കും. ഒരു ഫിക്സഡ് പ്രൈസ് നമുക്ക് ഓഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ലെറ്റ്സ് സേ ഇപ്പോൾ എൻ്റെ ഈ ഒരു ബ്ലോഗിൽ ഇപ്പോൾ ഞാൻ കുറേ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടർഷെയർ, ഫിൽമോറ എന്നൊക്കെ പറഞ്ഞ വീഡിയോ എഡിറ്റേഴ്സിനെ പറ്റി നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ അതേപോലത്തെ ബ്രാൻഡ്സ് ഒക്കെ വരും, എന്നോട് ചോദിക്കും നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗിൽ ഈ ഒരു നമ്മുടെ വീഡിയോ എഡിറ്ററിനെ പറ്റിയുള്ളൊരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ എന്ന് പറയും. അവരെനിക്കൊരു പ്രൊഡക്റ്റ് ആ ഒരു ലൈസൻസ് തരും. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ട്രൈ ചെയ്യാം, എന്നിട്ട് ആ സോഫ്റ്റ്വെയറിനെ പറ്റി ഞാൻ എൻ്റെ ബ്ലോഗിൽ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതാണ് സ്പോൺസേർഡ് കോണ്ടന്റ്. ആൻഡ് അതിനുവേണ്ടി എനിക്കൊരു ഫിക്സഡ് പേയ്മെൻറ്റ് അവർ തരും.
അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ നിഷിലാണെങ്കിൽ വേറെ ഫിസിക്കൽ പ്രോഡക്റ്റ് ആവാം, വിർച്വൽ പ്രോഡക്റ്റ് ആവാം, അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറയും, നിങ്ങളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യാൻ പറയും. അപ്പോൾ അതാണ് ബേസിക്കലി സ്പോൺസർഡ് കോണ്ടന്റ്. ആൻഡ് ഇനി ഇതുകൂടാതെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ PDF, ഇ-ബുക്ക് പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് സെല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം. അതേപോലെ നിങ്ങൾക്ക് അതിന് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് നിഷിലൊരു ബ്ലോഗ് ഉണ്ട് ആൻഡ് നിങ്ങളുടെ SEO നിങ്ങൾക്ക് നല്ല രീതിയിൽ SEO അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് SEO കൺസൾട്ടേഷൻ അല്ലെങ്കിൽ SEO സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൂടെയും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ബേസിക്കലി ഇങ്ങനെയാണ് ബ്ലോഗിംഗ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ബ്ലോഗിംഗ് ഈസ്. എങ്ങനെയാണ് എന്താണ് ബ്ലോഗിംഗ് നമ്മൾ നോക്കി, എങ്ങനെയാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി, എങ്ങനെയാണ് കോണ്ടന്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് നോക്കി, എങ്ങനെയാണ് ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ക്വസ്റ്റൻ ആയിരിക്കും എത്ര രൂപയൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RPM ബേസിസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ RPM $25 ആണെങ്കിൽ 1,00,000 വിസിറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 100 × 25 നിങ്ങൾക്ക് $2,500 ഒരു പെർ മന്ത് ബേസിസിൽ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2,20,000 കൈൻഡ് ഓഫ് ഫിഗർ ഒക്കെ നിങ്ങൾക്ക് ഒരു പെർ മന്ത് ബേസിസിൽ നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ആഡ്സൻസ്, എസോയിക്, പിന്നെ റാപ്റ്റീവ്, മീഡിയ വൈൻ, മോണിമെട്രിക്, ഇങ്ങനെ പറഞ്ഞ് കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക, നിങ്ങളുടെ ബ്ലോഗ് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഡ്സ് നിങ്ങളുടെ ബ്ലോഗിൽ ഇടാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1,00,000 ആൾക്കാർ വന്നിട്ടുണ്ട്, അതായത് Tier 1 കൺട്രീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി 2,00,000 രൂപ കൂടുതലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇൻഫാക്ട് വൺ ഓഫ് മൈ ബ്ലോഗ്സിൻ്റെ RPM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $40 ഒക്കെ റേഞ്ചിലാണ് എൻ്റെ ഒരു RPM ഉള്ളത്. അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു 85% ആൾക്കാർ US എന്നൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും രൂപ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഇന്ത്യ എന്നൊക്കെയാണ് ഒരു ബ്ലോഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യ എന്നാണ് ലെറ്റ്സ് സേ 100% ആൾക്കാർ ഇന്ത്യ എന്നാണെങ്കിൽ നിങ്ങളുടെ RPM ഒക്കെ മേ ബി $1 ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1,00,000 വ്യൂസ് ഉണ്ടെങ്കിലും ഹാർഡ്ലി നിങ്ങൾക്ക് ഒരു $100 ഉണ്ടാക്കാൻ പറ്റും, അതായത് 8,000 രൂപ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേസമയം അത്രയും വിസിറ്റേഴ്സ് നിങ്ങൾക്ക് US എന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 2 lakh rupees പ്ലസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഏറ്റവും ബിഗിനിങ്ങിൽ പറഞ്ഞത്. ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്, നീഷ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ കോണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന കോണ്ടന്റ് എന്ന് വെച്ചാൽ US ഓഡിയൻസ് അല്ലെങ്കിൽ Tier 1 കൺട്രീസിലുള്ള ഓഡിയൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കണം നിങ്ങളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങളൊരു 1000 ആൾക്കാർ നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തു, അതിൽ 100 ആൾക്കാർ ജസ്റ്റ് ആ പ്രോഡക്റ്റ് നോക്കി, അതിൻ്റെ 10 ആൾക്കാർ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് എന്ന് വിചാരിക്കുക. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10,000 രൂപയായിരുന്നു, 10% ആയിരുന്നു കമ്മീഷൻ. അപ്പോൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് കിട്ടും. 10 ആൾക്കാർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി 10,000 രൂപ കിട്ടി. ഓൾറൈറ്റ്, അതൊരു ബ്ലോഗ് പോസ്റ്റിന് ഒരു കോണ്ടന്റ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ കുറേ അധികം പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ വാല്യൂം എത്ര കമ്മീഷനാണ് കിട്ടുന്നുള്ളതിനനുസരിച്ചും ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നിങ്ങൾക്ക് സർവീസസ് ഓഫർ ചെയ്യാം, ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് സെല് ചെയ്തിട്ടൊക്കെ നിങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോഴത്തേനും ഒരു ഗുഡ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 1 lakh വിസിറ്റേഴ്സ് ഒക്കെ പെർ മന്ത് ബേസിസിൽ കിട്ടുന്നുണ്ട്. മെയിൻലി US ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ ട്രസ്റ്റ് മീ നിങ്ങൾക്ക് മോർ ദാൻ 3 lakh rupees ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പ്രൊവൈഡഡ് നിങ്ങൾ നല്ല രീതിയിലുള്ള RPM കിട്ടുന്ന ഒരു നീഷൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അതൊക്കെയാണ് ഈ ഒരു ബ്ലോഗിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഞാൻ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേയധികം ആൾക്കാർ ഈ ബ്ലോഗിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റി കുറേയധികം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കറിയാം ഞാനിപ്പോൾ ഈ ഒരു ബ്ലോഗിങ്ങിനെ പറ്റി ടോപ്പിക്കിനെ പറ്റി ഭയങ്കര സ്പീഡിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, ലൈക്ക് ഹൈ ലെവൽ ഓവർവ്യൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ലൈക്ക് ഹൗ ബ്ലോഗിങ് വർക്ക്സ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള തൊട്ടുപോയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേറെയും നമുക്ക് കുറേയധികം പറയേണ്ട അല്ലെങ്കിൽ കുറേയധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഫ്യൂച്ചറിൽ ഞാൻ ഈ ഓരോരോ ടോപ്പിക്സിനും എലാബറേറ്റീവ് ആയിട്ട് കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് അത്രയ്ക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ബ്ലോഗിൽ നിന്നോട് കുറേയധികം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി മെത്തേഡായിരുന്നു. ആൻഡ് നിങ്ങൾക്കും ബ്ലോഗ് ഉണ്ടാക്കിയിട്ട് ഹോപ്പ്ഫുള്ളി യു ക്യാൻ ഓൾസോ മേക്ക് സം മണി ഫ്രം ബ്ലോഗിങ്. സോ ദാറ്റ്സ് ഓൾ ഐ വാണ്ടഡ് ടു ഷെയർ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇതിൽ വേറെ വീണ്ടും കാണാം.